ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചേച്ചിയാണെങ്കിൽ മണലിനകത്ത് ഫെവിക്കോൾ വെച്ച് കുഴച്ച് സ്ലൈം ഉണ്ടാക്കി എടുക്കുന്നത്. ഗൈസ്, ഇപ്പോൾ സാധനം കൊള്ളാല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ സ്ലൈമിലുള്ള മണലെടുക്കാണ്ട് നമ്മൾ നേരെ കൊല്ലം ബീച്ചിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് അനിയത്തി കൊണ്ടാണെങ്കിൽ ഒരു കുപ്പി നിറച്ച് മണലും നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞ് മണ്ണല്ല മണലാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പൊ നമ്മളെ മണലിവിടെ എടുത്തിട്ടുണ്ട്. ഇനി മണൽ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ മണലിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മണലിലോട്ട് നമുക്ക് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുഴച്ച് നമ്മളെ സ്ലൈം ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ഫെവിക്കോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മണലിട്ട് കൊടുത്ത ശേഷം കുഴച്ച് നമ്മളെ സ്ലൈം ആക്കി എടുക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, ഒരു ലൈക്ക് മാത്രം മതി. ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യ്. അപ്പോൾ നമ്മുടെ മണൽ ഉപയോഗിച്ച സമയമാണെങ്കിൽ ഒരു ക്ലേ രൂപത്തിലും പിന്നെ ചെറിയൊരു സ്ലൈം പോലെ ഉണ്ട്. സീനില്ല, ക്ലേ പോലെ ഉരുട്ടി കളിക്കാം. നമ്മളേലും ഉണ്ട് തണ്ണിമത്തൻ. ഓറഞ്ച്. ഗൈസ്, നെക്സ്റ്റ് നമ്മളെ ആറഞ്ച്. ഗൈസ്, നമ്മളെ കറക്കുന്ന സാധനമില്ല, അതുകൊണ്ട് നമുക്ക് ഇനി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ്, നിങ്ങളൊന്ന് സഹായിക്കുവാണെങ്കിൽ നമുക്ക് ആ കറക്കുന്ന സാധനം മേടിക്കാം. ഹണി. ഗൈസ്, നെക്സ്റ്റ് അവർ സ്ട്രോബെറീസ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് സിപ്പപ്പ് ഒഴിച്ചു കൊടുക്കാം. കട്ടൻ കാപ്പി. ഗൈസ്, അപ്പോൾ നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുടിച്ചു നോക്കാം. കിടിലൻ. ഈ ഒരു കുപ്പിക്കകത്ത് ആപ്പിളും ബ്ലേഡും കൂടെ ഇട്ട് നല്ലൊരു കുലുക്ക് കുലുക്കുമ്പോഴത്തേക്ക് ആപ്പിളിന്റെ തൊലിയെല്ലാം പോകുന്നു. ഗൈസ്, അപ്പോൾ സംഭവം കൊള്ളാല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ എടുത്തൊരു ആപ്പിൾ, ഇനി ഒരു ആപ്പിളിന്റെ തൊലി നമുക്ക് ഈ ഒരു ബ്ലേഡ് ഇട്ട് ഇളക്കിയിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മളൊരു ഡപ്പയ്ക്കകത്ത് വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ടൊരു ബ്ലേഡ് പൊട്ടിയ ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് നല്ലോണം ഒന്ന് കുലുക്കിയെടുക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ ഇല്ലേ? ഹേ ഗൈസ്, അപ്പോൾ ആപ്പിളിൻ്റെ തൊലിയെല്ലാം പോയി. ഗൈസ്, അപ്പോൾ അതല്ല എനിക്ക് ഡൗട്ട്, ആപ്പിളിൻ്റെ തൊലി പോയി പാത്രത്തിൽ കണ്ടല്ലേ, കാണുന്നില്ല. എന്നിട്ട് ഗൈസ്, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചേച്ചിയാണെങ്കിൽ മണ്ണിനകത്ത് ഫെവിക്കോൾ വെച്ച് സ്ലൈം ഉണ്ടാക്കി എടുക്കുന്നത്. ഗൈസ്, അപ്പോൾ സാധനം കൊള്ളാല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ മണ്ണും നമ്മളെ ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ച് സ്ലൈം ഉണ്ടാക്കിയിട്ട് തരാം. ഗൈസ്, പിന്നെ ഈ ഒരു മണ്ണിലോട്ട് നമുക്ക് ഈ ഫെവിക്കോൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഫെവിക്കോളൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ വേറെ കാര്യം, എത്ര കഷ്ടപ്പെട്ട് ചെയ്യല്ലേ, ഒരു ലൈക്ക് മാത്രം മതി. ഗൈസ്, അപ്പോൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യ്. ഗൈസ്, ഇപ്പോൾ ഇത് വീഡിയോ കണ്ടൊക്കെ സ്ലൈം പോലൊന്നും അല്ലേ, കട്ട പോലെ കിടക്കുന്നേ ഉള്ളൂ. എൻ്റെ കൈ മൊത്തവും പോയി, ചെന്ന് കഴിവിട്ട് കെട്ടിയേ. ഗൈസ്, ഇപ്പോൾ ഈ ഒരു ഇല്ലെങ്കിൽ കമ്പ് ഇതുപോലെ കട്ടിയത് വേറൊരു കമ്പിട്ട് ഉറക്കുമ്പോഴത്തേക്ക് ഇരകളല്ലേ ഇതുപോലെ ചാടി വരുമെന്ന്. ഗൈസ്, ഇപ്പോൾ സാധനം കൊള്ളാല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഈ കമ്പിൻ്റെ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത ശേഷം വേറൊരു കമ്പിട്ട് ഉറച്ച് ഇരയെ പിടിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമ്മളെ കമ്പിൻ്റെ ഈ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഗൈസ്, ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യല്ലേ, ഒരു ലൈക്ക് മാത്രം മതി. അപ്പോൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യ് ഗൈസ്. അപ്പോൾ നമ്മൾ കമ്പിൻ്റെ സൈഡ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കമ്പിട്ട് ഉരച്ച് ഇരയെ പിടിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം ഇര കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുത്തിയ ശേഷം ഇതിട്ട് ഉരച്ച് ഇര വരുമോ നോക്കാം. ഗൈസ്, ഇപ്പോൾ ഇര കിട്ടാൻ വേണ്ടി ഉരച്ചപ്പോഴത്തേക്ക് ഇവിടെ കുറേ ഉറുമ്പുകളാണ് വന്നത്. ഗൈസ്, ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചേട്ടനാണെങ്കിൽ തണ്ണിമത്തനുണ്ട് സാൻഡ് പേപ്പർ ഒഴിച്ച് കിടിലം തിളങ്ങുന്ന ഒരു പന്നുണ്ടാക്കി എടുക്കുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇതൊരു തിളങ്ങുന്ന പന്നുണ്ടാക്കിയിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മളിലുണ്ട് ഒരു തണ്ണിമത്തൻ. ഇനി ഈ ഒരു തണ്ണിമത്തൻ നമുക്ക് ഈ ഒരു സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് നല്ലൊരു തിളങ്ങുന്ന ബോളാക്കിയിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ 2 പീസായിട്ട് മുറിച്ചെടുക്കാം ആദ്യം. ഗൈസ്, അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് തണ്ണിമത്തൻ ഉരച്ച് ഒരു പന്താക്കി എടുക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടാ.
ഗൈസ് അപ്പോൾ ഇത് ഇത്രയും പാടാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗൈസ് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന എനിക്ക് ഒരു ലൈക്ക് മാത്രം മതി. ഗൈസ് അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. 1 hour later. ഗൈസ് അപ്പോൾ ഒരുപാട് നേരത്തെ ഒരക്കലും ചെയ്യണ്ട ഈ ഒരു പരുവത്തി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ വീഡിയോ കാണാനൊക്കെ തിളക്കൊന്നും ഇല്ലെങ്കിലും നല്ല സോഫ്റ്റ് ഉണ്ട്. ഹേ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ കൊക്കക്കോളയിൽ 2 മുളക് അതിനകത്ത് ഫെവിക്കോൾ ഇട്ട് നല്ലൊരു കുലുക്കുലി വന്ന് പച്ചവെള്ളം പോലെ ആവുന്നു. ഗൈസ് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഒരു കൊക്കക്കോള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വീഡിയോ കണക്ക് 2 മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫെവിക്കോളും കൂടെ വെച്ച് കൊടുക്കാം. ഗൈസ് അപ്പോൾ നമ്മളെ ഫെവിക്കോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ് അപ്പോൾ ആരും ലൈക്ക് അടിക്കാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഹേ ഗൈസ്, ഗൈസ് അപ്പോൾ ഇത് പച്ചവെള്ളം പോലെയായി. ഗൈസ് അപ്പോൾ അതല്ലേ ഇതിൽ കിടന്ന മുളക് എന്തിയേ? ഹേ ഗൈസ്, ഈ ഒരു ചേച്ചിയാണെങ്കിൽ ഈ ഒരു ലൈസിനകത്ത് മുളക് എല്ലാം തട്ടി ജോള ചിപ്സ് ഉണ്ടാക്കി എടുക്കുന്നത്. എന്നിട്ട് അത് കഴിച്ചിട്ട് ഒടുക്കത്തെ എരിയുന്നു. ഗൈസ് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഡോറിറ്റോസ് എന്ന് പറഞ്ഞ ലേസ് കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ജോള ചിപ്സ് ഉണ്ടാക്കിയിട്ടില്ല. ഗൈസ് അപ്പോൾ നമ്മൾ ലേസ് നമുക്കിവിടെ പൊട്ടിച്ചു കൊടുത്ത ശേഷം ഒരു ലേസ് കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ലേസിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഇതിൽ നമ്മളെ മുളക് കൂടി ഒട്ടിയിരിക്കത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് മുളക് പൊടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഓ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ജോളോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഗൈസ് അപ്പോൾ വേറെ ഞാൻ ഇത്രയും ചെയ്യുന്നില്ലേ, ഒരു ലൈക്ക്. 3, 2, 1. വലിയ ഏരിയൊന്നുമില്ല, കുഴപ്പമില്ല. ഗൈസ് ഈ ഒരു വീഡിയോയിൽ ഈ ചണെങ്കിൽ വാഴ മുറിച്ച ശേഷം മസാല എല്ലാം മുക്കി കിട്ടിലൊരു സാധനം ഉണ്ടാക്കി എടുക്കുന്നത്. ഗൈസ് അപ്പോൾ ഇനി ടേസ്റ്റ് ഉണ്ടാവുമോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു വാഴ എടുത്തിട്ടുണ്ട്. ഇനി വാഴ നമുക്ക് മൂട് കട്ട് ചെയ്ത ശേഷം അത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് വാഴ വെട്ടി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് പൊരിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മൈദ ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അവസാനമായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ സാധനം ഇവിടെ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് പൊരിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളെ സാധനം ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. ഗൈസ് ഇപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യല്ലേ, ഒരു ലൈക്ക് മാത്രം മതി. അപ്പോൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഗൈസ് ഇപ്പോൾ വിചാരിച്ചിട്ടല്ല കേട്ടോ, സാധനം കൊള്ളാം. ഹേ ഗൈസ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആണെങ്കിൽ അരിമുട്ടയുടെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുമ്പോൾ കുറേ പൊരി കിട്ടുന്നു. ഗൈസ് ഇപ്പോൾ സാധനം കൊള്ളാമല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേണമെന്നുള്ള അരിയും മുട്ട സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് പൊരി ഉണ്ടാക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ ഒരു അരി തട്ടിയിട്ട് കൊടുക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ അരിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ട പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ അപ്പോൾ നമ്മളെ മുട്ടയും പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഗൈസ് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യല്ലേ, ഒരു ലൈക്ക് മാത്രം മതി. അപ്പോൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ അപ്പോൾ നമ്മൾ ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഉണ്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം, പൊരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധനം എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കാം പൊരിയാവോ ഇല്ലയോ എന്ന്. ഗൈസ് അപ്പോൾ പൊരി ഉണ്ടാക്കാൻ പോയി കിട്ടിയത് ഇതുപോലത്തെ ഒരു ഓംപ്ലേറ്റ്. ഇതിൻ്റെ അകത്ത് ക്യാരറ്റ് എല്ലാം കൂടി ഇട്ടെങ്കിൽ അസലൊരു ഓംപ്ലേറ്റ് ആയാണ്. അപ്പോൾ നമ്മളും എടുത്ത് പെപ്പർ, ഇനി കുറച്ച് ഹണി, ഇനി കുറച്ച് ക്ലോവ് ഇട്ട് കൊടുക്കാം, അഥവാ ഗ്രാമ്പൂ. നെക്സ്റ്റ് കട്ടൻ കാപ്പി. ഇനി ഈ ഒരു കറക്കുന്ന സാധനം ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുടിച്ചു നോക്കാം.
ഗൈസ് ഇപ്പൊ ഇത്ര കഷ്ടപ്പെട്ട് കുടിക്കുന്നതല്ലേ, ഒരു ലൈക്ക് മാത്രം മതി. ഇപ്പൊ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും ഗൈസ്. അപ്പൊ അങ്ങ് കുടിച്ചു നോക്കാം. കുഴപ്പമില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ശരി കാണുമെന്ന് ശരിയല്ല, കൊള്ളാം. ഹേ ഗൈസ്, ഈ ഒരു ഡീൽ ഈ ഒരു ചേട്ടനെങ്കിൽ സോപ്പ് നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത ശേഷം ആവശ്യം ഓരോരോ പീസ് വെച്ചെടുക്കുന്നു. ഗൈസ് അപ്പൊ സംഭവം കൊള്ളാല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഗൈസ് നമ്മളെടുത്ത് കുഞ്ഞൊരു സോപ്പ്, ഈ ഒരു സോപ്പ് നമുക്ക് ഈ ഒരു ചീവുന്ന സാധനം വെച്ച് ചീവി കുഞ്ഞു കുഞ്ഞു പീസാക്കിട്ട് തരാം. ഗൈസ് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സോപ്പ് പൊട്ടിച്ച ശേഷം ചീവി കുഞ്ഞു പീസാക്കി ഈ ഒരു സാധനത്തിൽ ഇട്ട് കൊടുക്കാം. പൊട്ടിച്ചിട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ സോപ്പ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സോപ്പ് നമുക്ക് ഇതിട്ട് ചീവി കുഞ്ഞു കഷ്ണമാക്കി ഇത് ഇട്ട് കൊടുക്കാം. ഗൈസ് അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഗൈസ് അപ്പോൾ നമുക്ക് ചീവി കൊടുക്കാം. ഗൈസ് അപ്പോൾ നമ്മളെ സോപ്പ് ചീവി കുഞ്ഞു പീസുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊന്ന് കൈ കഴുകി വെക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ചെത്തിയെടുത്ത് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് കൈ കഴുകാം. ഗൈസ് സംഭവം കൊള്ളാട്ടാ. ഗൈസ് ശാസ്ത്രത്തിൻ്റെ ഒക്കെ ഒരു വളർച്ചേ. ഹേ ഗൈസ്, ഇപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ മുട്ടയുടെ മുട്ടി ഇതുപോലെ ഹോൾട്ടേഷൻ പുഴുകുകയാണെങ്കിൽ മുട്ടയുടെ തോട് ഇതുപോലെ എളുപ്പത്തിൽ ഇളകി വരുമെന്ന്. ഗൈസ് അപ്പോൾ സാധനം കൊള്ളാല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ മണ്ടയ്ക്ക് നമുക്ക് ഈ ഒരു പിന്ന് വെച്ച് കുത്തിയ ശേഷം പുഴുങ്ങിയെടുക്കാം. ഇതിൻ്റെ തോട് എളുപ്പത്തിൽ ഇളവ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ മുട്ടയുടെ മണ്ട ഭാഗത്ത് ഒരു ഹോൾട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുട്ടയുടെ മണ്ട ഭാഗത്ത് ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് പുഴുങ്ങിയിട്ട് വരാം. അപ്പോൾ നമ്മൾ മണ്ടയ്ക്ക് ഹോൾട്ട മുട്ട നമുക്ക് ഈ ചൂട് വെള്ളത്തിയിട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമുക്ക് പുഴുങ്ങിയ മുട്ട നേരെ ഇവിടെ നിന്ന് എടുത്ത ശേഷം തണുത്ത വെള്ളത്തിയിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ തണുത്ത ശേഷം നമുക്കത് പൊളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ഇവിടെ പുഴുങ്ങി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തോട് നമുക്ക് പതിയെ ഇളക്കി കൊടുക്കാം. പിന്നെ ഗൈസ് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യല്ലേ, ഒരു ലൈക്ക് മാത്രം മതി. അപ്പോൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും ഗൈസ്. ഗൈസ് ഇപ്പോൾ കുഴപ്പമില്ല കേട്ടാ, സീനില്ലാതെ തന്നെ ഇളകി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഹേ ഗൈസ്, ഈ ഒരു ഇടയിൽ ഈ ഒരു ചേട്ടനാണെങ്കിൽ കറ്റാർ വാഴ ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ ഉപ്പി മുക്കി തിന്നുന്നു. ഇനി എൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമോ? അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു പീസ് കറ്റാർ വാഴ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഇനി ഈ ഒരു കറ്റാർ വാഴ നമുക്ക് ഈ ഉപ്പിൽ മുക്കിയ ശേഷം കഴിക്കാം. ഗൈസ് അപ്പം ഈ ചെയ്യുന്ന എനിക്ക് ഒരു ലൈക്ക് മാത്രം മതി. അപ്പോൾ ലൈക്ക് അടിച്ചേക്ക്, ഒരു കഷ്ടപ്പാടും ഇല്ലല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് തിന്നുമല്ലേ, കഴിക്കാം. ഹേ ഗൈസ്, ഇപ്പോൾ ഈ ഒരു വീട്ടിലാണെങ്കിൽ ഗ്ലാസിനകത്ത് കാപ്പിപ്പൊടിയും പഞ്ചാരയിലായിട്ട് കറക്കുന്ന സാധനമായിട്ട് അടിച്ച് കിടിലൊരു ക്യാപ്പച്ചിനോ ഉണ്ടാക്കി എടുക്കുന്നത്. ഗൈസ് ഇപ്പോൾ സാധനം കണ്ടിട്ട് തന്നെ വേറെ ലെവലായിട്ടല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ക്യാപ്പച്ചിനോ ഉണ്ടാക്കാൻ നമ്മളെ ബ്രൂ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിച്ച് ഈ ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇത് ഇനി ഒരു കറക്കുന്ന സാധനം വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ സാധനം ഇവിടെ സെറ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ പാലെല്ലാം ഒഴിച്ച് നമ്മളെ കാപ്പി ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കുടിച്ച് നോക്കാം. ഗൈസ് ഇപ്പോൾ ഇത്ര കഷ്ടപ്പെട്ടില്ലേ, ഒരു ലൈക്ക് മാത്രം മതി. അപ്പോൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും ഗൈസ്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, സാധനം പൊളിയായിട്ടുണ്ട്. ഹേ ഗൈസ്, ഈ ഒരു ചേട്ടനാണെങ്കിൽ മുട്ട കൊണ്ട് ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നു. അത് മേടിക്കുകയാണെങ്കിൽ കുറേ വരും. ഇനി അതിന് ടേസ്റ്റ് ഉണ്ടാവും. നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലതൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളെ മുട്ട ഇളക്കി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചൂട് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഗൈസ് അപ്പം നമ്മളെ മുട്ട കൊണ്ടുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം. ഗൈസ് അപ്പം നമ്മൾ 3 ലക്ഷം ആകുമ്പോൾ ഇനി കുറച്ചും കൂടെ മതി. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കേട്ടാ. അപ്പം അത് കുടിക്കുന്നതിന് മുമ്പ് ലൈക്ക് അടിച്ചിട്ടോ. അപ്പോൾ കുടിച്ചു കൊടുക്കാം. ലൈക്കടി. ഹേ ഗൈസ്, ഇപ്പോൾ ഈ ഒരു അടിക്കത്താണെങ്കിൽ കൊക്കോളക്കകത്ത് പേസ്റ്റ് ഇട്ട് നല്ലോണം കുലുക്കുലിക്ക് ശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡ ഡിഷ് വാഷ് കൂടെ ഇട്ട് കരി പിടിച്ച പാത്രത്തിലൂടെ അടിക്കണമെങ്കിൽ കരി പോയി കിട്ടുന്നു. ഗൈസ് ഇപ്പോൾ സാധനം കൊള്ളാല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ കൊക്കോള കിട്ടാത്തതുകൊണ്ട് നമ്മൾ പെപ്സി എടുത്തിട്ടുണ്ട്. രണ്ടും ഏകദേശം ഒരേ സാധനം തന്നെയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഗൈസ് നമ്മളെ പേസ്റ്റ് കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് കുലുക്കിയെടുക്കാം. ഗൈസ് അപ്പോൾ വേറെ കാര്യം, ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നില്ലേ, ഒരു ലൈക്ക് മാത്രം മതി. അപ്പോൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മൾ സാധനം കുലുക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന ശേഷം ബേക്കിംഗ് സോഡ ഡിഷ് വാഷ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓ മൈ ഗോഡ്. ഗൈസ് ആദ്യം തന്നെ നമ്മളെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം അടച്ച് നല്ലോണം കുലുക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതെടുത്ത് ഈ ഒരു വലിയ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേസ് നമ്മൾ സാധനം എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച ശേഷം ഒരു കരി പിടിച്ച പാത്രത്തിലോട്ട് അടിച്ചു കൊടുത്ത് കരി പോകും നോക്കാം. അപ്പം നമ്മളെ കരി പിടിച്ച പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു സാധനം അടിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ കരി പോകും നോക്കാം. അപ്പോൾ കേസ് നമ്മൾ ഉണ്ടാക്കിയ സാധനം ഇതിൻ്റെ അകത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം തേച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ കരി പോകും നോക്കാം. ഗൈസ് ഇപ്പോൾ സാധനം ഫേക്കൊന്നുമില്ല കേട്ടോ, കരിയൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഹേ ഗൈസ് ഇപ്പോൾ ഈ ഒരു ഇടയ്ക്ക് തണ്ണിമത്തം മുറിച്ച് അതിനകത്ത് നാരങ്ങയും പഞ്ചസാര എല്ലാം കൂടി ഇട്ട് കിഡിൽ ഐസ്ക്രീം ഉണ്ടാക്കി എടുക്കുന്നത്. ഗൈസ് പിന്നെ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെടുത്ത് ഒരു തണ്ണിമത്തൻ, ഇനി ഒരു തണ്ണിമത്തം നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഓക്കെ, ഇനി ഒരു മുറിച്ച തണ്ണിമത്തൻ്റെ ഈ ഒരു ചുവന്ന ഭാഗം നമുക്ക് ഒരു സ്പൂൺ വെച്ച് കുത്തി ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തണ്ണിമത്തം കുത്തി ഒരു പരുവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നാരങ്ങയും കൂടെ കട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ 6 ലക്ഷം ഫാമിലി ആവുമ്പോൾ ഇനി കുറച്ച് സബ് കൂടെ മതി. അപ്പോൾ ഇതുവരെ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ തണ്ണിമത്തം അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തണ്ണിമത്തം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ച ശേഷം 27 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് വരാം. 24 hours later. ഓക്കെ, അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ കണ്ടടാക്കുക ഐസ്ക്രീം പോലെ ഒന്നും കിട്ടിയില്ലെങ്കിലും കട്ടിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാണ് ടേസ്റ്റ് എന്ന്. നല്ല തണുപ്പുണ്ട്, പല്ലെല്ലാം പുളിക്കുന്നു. കുഴപ്പമില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട്.